വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം സ്യൂട്ട് സെറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. പ്രീമിയം എന്ന് പറയാൻ കാര്യം ഇതുപോലെ നമ്മളൊരു ജോർജറ്റിലോട്ട് ഇതുപോലെ എന്താ പറയാ വെൽവെറ്റിന്റെ ഒരു സാറ്റിൻ ഫിനിഷ് ഒക്കെ പോലെ വരുന്ന ഫ്ലവേഴ്സ് എംപോസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഫോയിൽ പെയിന്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പൊ ഓരോ ഫ്ലവേഴ്സും ഓരോ ഇതായിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഒരു ശരിക്കും ഒരു ആപ്ലിക് വർക്ക് പോലെ തന്നെയുണ്ട് ഇതുപോലെ. അതുപോലെ തന്നെ അതിന്റെ ബോർഡർ കണ്ടോ, ബോർഡറും അങ്ങനെ തന്നെയാണ്. ഇത് ശരിക്കും ഫോയിൽ പെയിന്റ് ഒരു എന്താ പറയാ അതിന്റെ ആ ഫ്ലവേഴ്സ് എംപോസ് ചെയ്തിട്ട് അതിനകത്തോട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ ഇതിന് സെയിം ടോൺ തന്നെ ദുപ്പട്ട പെയർ ചെയ്ത് ടോപ്പ് ചെയ്തേക്കുന്ന ഫാബ്രിക് വെച്ചിട്ട് തന്നെ ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട്. യോക്ക് ഇതേപോലെ രണ്ട് സൈഡും ഇതേപോലെ ഒരു വീതിയിൽ ബോർഡർ ഒക്കെ വെച്ചിട്ട് സെന്ററിൽ ഒരു പീസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, ലൈനിങ് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. സ്പെഷ്യലി ഇപ്പോൾ ടോപ്പ് സ്ലിറ്റുള്ള പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ഇതേപോലെ 2.25 മീറ്റർ 2.40 വെച്ചിട്ട് ഇറക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് അതേപോലെ ഇടുക. സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ്, ഒരു ബർഗണ്ടി ടോണാണ് കേട്ടോ. ബോട്ടം വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ക്രേപ്പ് കൊണ്ട് തന്നെയായിരിക്കും ബോട്ടം ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാക്റ്റ് കളർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അഥവാ പോപ്ലിൻ വേറെ മെറ്റീരിയൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇതിന്റെ ലെങ്ത് 47 ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ടോപ്പ് ദുപ്പട്ട വേണമെങ്കിൽ അത് പറഞ്ഞാൽ സിംഗിൾ ടോപ്പായിട്ടും ഇതേപോലെ സിമ്പിളായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, നെക്കൊക്കെ ഇതേപോലെ നല്ല ഡാർക്ക് ബ്ലൂ ആണ്. എന്താ പറയുക, ബ്ലാക്കും അതേപോലെ ജെറ്റ് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് ഒരു ദിവസം കൊണ്ട് റെഡി ആവും കേട്ടോ. അപ്പം ഇതാണ് അതിന്റെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു, ഞാൻ പറഞ്ഞില്ല, കോമ്പിനേഷൻ തന്നെ എല്ലാവർക്കും നമുക്ക് നല്ല ഫെയർ ആയിട്ട് തോന്നുന്ന ഒരു കളറാണ്. ഇതേപോലെയാണ്, സെയിം ആ ഒരു ടോൺ തന്നെയാണ്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ സ്പെഷ്യലി കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിന്റെ ജോർജറ്റിലാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇതുപോലെ ഒരു സാറ്റിൻ ഫിനിഷിംഗ് പോലെ വന്നിട്ട് ഒരു എന്താ പറയാ ഫ്ലവേഴ്സ് എംപോസ് ചെയ്ത് നിന്നിട്ട് അതിനകത്തോട്ട് ഫോയിൽ പ്രിന്റ് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ബോർഡറൊക്കെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ കണ്ടോ, ബോർഡറൊക്കെ ഉണ്ട്. ഇതേപോലെ ബോർഡറും അതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലീവിലോട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല, വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിലോട്ട് കൊടുത്തേക്കുന്നത്. സ്ലീവ് ലൈനിങ് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. അപ്പൊ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ലെങ്ത് 47 വരുന്നുണ്ട്. വിത്ത് ക്രേപ്പ് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ബാക്കും ഫ്രണ്ടും സെയിം ഈ ഒരു ഫാബ്രിക് തന്നെയാണ്. നെക്ക് നമ്മൾ ഇതേപോലെ നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വീനെക്ക് കൊടുത്തിട്ട് വീതിയിൽ ആ ബോർഡർ വെച്ചിട്ട് അതിനകത്തോട്ട് മിഡിൽ പോർഷനിലും ആ ഒരു പാറ്റേൺ നെക്ക് തന്നെ കൊടുത്തേക്കുന്നത്. ഇതേപോലെ ഉണ്ടാവും നെക്കിന്റെ പാറ്റേൺ വന്നിട്ട് ഇതേപോലെ. അപ്പം സെയിം ടോൺ തന്നെ ഇതിന്റെ തന്നെ ഞാൻ സെയിം ആ ദുപ്പട്ട തന്നെ പെയർ ചെയ്ത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് മാത്രം എടുത്തിട്ട് നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ പ്ലെയിൻ ദുപ്പട്ട വേണമെങ്കിലും അതും സെറ്റ് ചെയ്യാം. ബോട്ടം വേണമെങ്കിലും അതും സെറ്റ് ചെയ്യാം. അത് ക്രേപ്പിലായിരിക്കും ഏറ്റവും, അല്ലെങ്കിൽ പോപ്ലിൻ മെറ്റീരിയലും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സൂട്ട് സെറ്റ് ആണ് ചെയ്തേക്കുന്നത്. ലെങ്ത് ഓക്കെ. അപ്പോൾ വിത്തൗട്ട് ദുപ്പട്ട വേറെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാവും. ദുപ്പട്ട ഇല്ലാണ്ട് സിമ്പിൾ ടോപ്പ് മാത്രമായിട്ടാണ്. ഭയങ്കര എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കളറും കൂടെ ബ്ലാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബ്ലാക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം ലിമിറ്റഡേ ഉള്ളൂ. മറ്റേ 2 കളേഴ്സ് എല്ലാം ഫുള്ളി സ്റ്റോക്ക് ഔട്ടായി. അപ്പം ഇത് അടുത്തത് നല്ല സൂപ്പർ ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. എന്താ പറയാ, അത്രയും ഭംഗിയാണ്. ഇത് കണ്ടോ, സെയിം ഫാബ്രിക് തന്നെ, എല്ലാം സെയിം തന്നെ. ഇതുപോലെ ജോർജറ്റ് ഫാബ്രിക്കിലോട്ട് വന്നിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഓരോ സാറ്റിൻ ഫിനിഷിങ് വന്നൊരു എംബ്രോയിഡറി അല്ല, അത് എംപോസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്തോട്ടാണ് ഈ ഫോയിൽ പെയിന്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ആ ബോർഡർ കണ്ടോ, ബോർഡറിലോട്ടും അതേപോലെ തന്നെ ആ വർക്കല്ല, ആ ഒരു നിങ്ങൾക്ക് കാണും അറിയാം. നമ്മൾ കൈ വെക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ എന്റെ കയ്യിലോട്ട് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് പോർഷനിൽ കാണാൻ പറ്റും. സ്ലീവ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് അത് വെക്കാം. കാരണം ഇങ്ങനെ ഈ ലീഫൊക്കെ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. ഇത് ഫോയിൽ പെയിന്റ് ആണ്, വാഷബിൾ ആണ്, പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ വിത്ത് ദുപ്പട്ട ചെയ്തേക്കുന്നത്. ഞാനിപ്പോ ഇതിനകത്ത് നമ്മൾ കോട്ടൺ ലൈനിങ്ങോ ക്രേപ്പ് ലൈനിങ്ങോ രണ്ടും ഏതാ മിക്സ് ചെയ്താ വെക്കുന്നത് കേട്ടോ. അപ്പൊ യോക്ക് ഇതേപോലെ തന്നെ വീനൊക്കെ വന്നിട്ട് സെന്ററിൽ ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ ഒരു പാറ്റേൺ ആണ്. നല്ല വീതി ഇതേപോലെ നെക്കിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. ലെങ്ത് 47 വരുന്നുണ്ട്. അപ്പൊ ബോട്ടം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ ടോപ്പ് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ 3 പീസ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ പീസ്. ടോപ്പ് ഓൺലി ആണെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. ടോപ്പ് മാത്രമാണെങ്കിൽ ഇതുപോലെയാണ്. ദുപ്പട്ടയും കൂടി ആണെങ്കിൽ ഇപ്പോതാ ഞാൻ ഈ സെയിം ടോൺ തന്നെ വെച്ചേക്കണേ. അതല്ല നമുക്ക് ഈ സെയിം ടോൺ ദുപ്പട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ജോർജറ്റ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. പ്ലെയിൻ ജോർജറ്റ് ഇട്ടാലും ജെറ്റ് ബ്ലാക്കിന്റെ പ്ലെയിൻ ജോർജറ്റ് ഇട്ടാലും മതി. ഇത് കുറച്ച് ഒരു പ്രീമിയം ഒരു ഹെവി ലുക്കിലോട്ട് വേണമെങ്കിൽ സെയിം ദുപ്പട്ട ഞാൻ പെയർ ചെയ്തേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.